എതിർപ്പുകാരപ്പോഴും ഉണ്ടായി. അവരോട് കാര്യങ്ങൾ വ്യക്തമാക്കി. ചിലർ എതിർപ്പ് ഉപേക്ഷിച്ചു, സഹകരിച്ചു. എതിർപ്പോടുകൂടി നിന്നവർ പദ്ധതിയെ മുടക്കാൻ കഴിവില്ലാത്തവരുമായി. കാരണം അതിൻ്റെ മുന്നിൽ വഴങ്ങില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. അങ്ങനെയാണ് ഇതൊക്കെ യാഥാർത്ഥ്യമായത്. ഇവിടെ ഇത്തരം പദ്ധതികൾ മാത്രമല്ല, എത്രയോ പദ്ധതികൾ നമ്മുടേതായി നാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗം തീരദേശ ഹൈവേ, വേറൊരു ഭാഗം മലയോര ഹൈവേ. രണ്ടിനും കൂടി 10,000 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവിടുന്നത്. ആ 2 പദ്ധതികളും നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കോവളത്ത് നിന്ന് ബേക്കലിലേക്ക് എത്തുന്ന ജലപാത വൻപിച്ച മാറ്റം കേരളത്തിലെ ടൂറിസം രംഗത്തുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം 600 കിലോമീറ്ററോളം, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അത്രത്തോളം ഉണ്ടാവില്ല, ചേറ്റുവ വരെയായിരിക്കും. എങ്കിലും അത്തരമൊരു ബോട്ട് യാത്ര നടത്താൻ ടൂറിസ്റ്റുകൾക്ക് അവസരമുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ടൂറിസ്റ്റുകൾക്കാകെ ഒരു ഹരമായി മാറും. ഇവിടെ LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും ആ സർക്കാരിനെ ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചതുകൊണ്ടുമാണ് ഈ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ഈ പാലത്തിൻ്റെയും അവസ്ഥ എന്ന് നമ്മൾ കാണണം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ റോഡുകൾ, പാലങ്ങൾ, ഓവർബ്രിഡ്ജുകൾ, ഫ്ലൈ ഓവറുകൾ എല്ലാം വൻതോതിലല്ലേ വന്നത്. കേരളത്തിലെ പാലങ്ങൾ 150-ലധികമായി എന്താണ് ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന കണക്ക്. 100 പാലാണ് നേരത്തെ കണക്കാക്കിയതെങ്കിൽ വളരെ നേരത്തെ തന്നെ 3 വർഷമാകുമ്പോൾ തന്നെ ആ 100 പാലങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. ഇതൊക്കെ നാടിനോട് പ്രതിബദ്ധതയുള്ള മുന്നണി നാട് ഭരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഉണ്ടായൊരു കാര്യമാണ്. എല്ലാവരും ഒരുപോലെയായിരുന്നുവെങ്കിൽ 2011-16 കാലത്ത് നമ്മുടെ നാട് വല്ലാതെ പുറകോട്ട് പോകില്ലായിരുന്നു. നമ്മുടെ നാടിനെ ഒരു രംഗത്തും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ ആ കാലത്ത് വന്നത് എല്ലാവരും ഒരുപോലെ അല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നാടിൻ്റെ വികസനത്തിൽ താല്പര്യം വേണം, ജനങ്ങളോട് പ്രതിബദ്ധത വേണം. നമ്മുടെ നാട് ഇന്നെല്ലാ മേഖലയിലും നല്ലതുപോലെ അഭിവൃദ്ധിപ്പെട്ടു നിൽക്കുകയാണ്. ഈ പശ്ചാത്തല സൗകര്യ വികസനം എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്? ഇവിടെ പറഞ്ഞു, കിഫ്ബിയാണ് ആദ്യം 100 കോടി രൂപ അനുവദിച്ചത് എന്ന്. ആ കിഫ്ബി 2016-ലെ LDF സർക്കാർ പുനർജീവിപ്പിച്ച ഒരു സംവിധാനമായിരുന്നു. എന്താ കാരണം? ആവശ്യങ്ങൾ പലതാണ്. ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല. ആ പണം ഖജനാവിൽ കുറവാണ്. ഒരു സമാന്തര ധനസ്രോതസ് വേണം. ആ സമാന്തര ധനസ്രോതസ്സാണ് കിഫ്ബിയിലൂടെ നാം കണ്ടെത്തിയത്. അപ്പോൾ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി കിഫ്ബി പണം ചെലവഴിക്കുന്നു. അത് നാടിൻ്റെ വികസനത്തിന് സഹായിക്കുന്നു. അന്ന് 50,000 കോടി രൂപയാണ് നാം ഈ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതിക്കായി
കിഫ്ബിയിലൂടെ ചെലവിടുമെന്ന് കണ്ടത്. എന്നാൽ അതിനെയും എതിർക്കാൻ ആളുകളുണ്ടായി, വലിയ തോതിൽ ആക്ഷേപിക്കാൻ ആളുകളുണ്ടായി, വൻപിച്ച തോതിൽ പുച്ഛിക്കാൻ ആളുകളുണ്ടായി. എവിടുന്ന് കിട്ടാനാണ് പണം? ഇതൊക്കെ ആളുകളെ പറ്റിക്കാനല്ലേ, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ലേ എന്നൊക്കെ പറഞ്ഞ ആ ആളുകളുടെ എല്ലാം കൺമുന്നിൽ തന്നെ കിഫ്ബിയുടെ സഹായത്തോടെ പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയാണ്. 2021 5 വർഷം പൂർത്തിയായി. ആ 5 വർഷം പൂർത്തിയായപ്പോൾ നാം കണ്ടത് 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ്. ഇപ്പോൾ 2026 പിന്നെയും 5 വർഷം പിന്നിടുന്നു. ഇപ്പോഴെത്രയാ? 1,10,000 കോടി രൂപയുടെ പദ്ധതികളിലേക്ക് എത്തിയിരിക്കുന്നു. എവിടെ നോക്കിയാലും അതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ കാണാം.